ഇന്റർനാഷണൽ ക്ലയൻസ് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹിക്കുന്ന ഏരിയ ഡൗൺ ടൗൺ. ഇതാ കാണുന്ന ബുർജ് ഖലീഫ കംപ്ലീറ്റ് വ്യൂ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ദിയാറിൻ്റെ ഡൗൺ ടൗൺ റെസിഡൻസിൻ്റെ പ്രൊജക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഓൾറെഡി ബിസിനസ് മേലാണ്. ഈ ഒരു ഏരിയയിലാണ് ദിയാറിൻ്റെ പ്രൊജക്റ്റ് വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് മുസ്തഖ്ബൽ സ്ട്രീറ്റ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അൽ ഖലീജ് അൽ തജാരി എന്ന് പറഞ്ഞുള്ള സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ പോലും തികച്ചില്ല. മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഖ് സായിദ് റോഡിൽ പോകും. ഓക്കെ, ഷെയ്ഖ് സായിദ് റോഡാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതവിടെ ലെഫ്റ്റിൽ നമുക്ക് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ. ഇത്രയും അടുത്താണ് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഉള്ളത്. ഇതാ ലെഫ്റ്റിൽ കാണുന്ന ബിസിനസ് ബേ മെട്രോ സ്റ്റേഷന് ഇവിടെ എല്ലാം നമ്മുടെ ഹൈ റൈസ് ടവേഴ്സാണ് വരുന്നത്. ഈ ഏരിയയിൽ വളരെ കുറഞ്ഞ പ്ലോട്ടുകൾ മാത്രമേ ഇനി ഡെവലപ്പ് ചെയ്യാൻ ബാലൻസ് ഉള്ളൂ. ഓക്കെ, അത്രയും നമുക്ക് പ്ലോട്ട് അവൈലബിൾ വളരെ കുറവാണ്. ലാൻഡ് സൈസ് വളരെ കുറവായിട്ടുള്ളൊരു ഏരിയ ആണ് ഡൗൺ ടൗൺ. എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആളുകൾ ഓവർസീസിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡൗൺ ടൗൺ. ഓക്കെ, ഈ ഡൗൺ ടൗണിൽ ഐക്കോണിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാവും ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതും ബ്രാൻഡഡ് റെസിഡൻസ് അല്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സെമി ഗവൺമെൻറ് ഡെവലപ്പർ ആയിട്ടുള്ള ദിയാറാണ് ഇപ്രാവശ്യം നമുക്ക് ഡൗൺ ടൗൺ റെസിഡൻസസ് ബൈ ദിയാർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ ദിയാറിൻ്റെ പ്ലോട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തുള്ളത് തന്നെ പാരമൗണ്ട് ഹോട്ടൽ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബോർ സൊല്യൂഷൻ AC-യുടെ സംഭവങ്ങൾ. അതിൻ്റെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 5 ഫ്ലോർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമുക്ക് വ്യൂ കിട്ടും. ബുർജ് ഖലീഫ വ്യൂ തന്നെ നമുക്ക് കിട്ടുന്നത് കംപ്ലീറ്റ്. ഇതാണ് പ്ലോട്ട് വരുന്നത്. ഓക്കെ, ഈ റൈറ്റിലുള്ള എക്സിറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡൗൺ ടൗൺ റെസിഡൻസസ് ബൈ ദിയാറിൻ്റെ പ്ലോട്ട്. ഇതാണ് എക്സാക്ട്ലി ലൊക്കേഷൻ വരുന്നത്. ഈ പ്ലോട്ടിലാണ് ഡൗൺ ടൗൺ റെസിഡൻസി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫ വ്യൂ ആണ്. ഈ കാണുന്നത് ബുർജ് ഖലീഫ വ്യൂ ആ വരാം. ഈ ഒരു ബുർജ് ഖലീഫ വ്യൂ ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആരും ആഗ്രഹിക്കില്ല ഇങ്ങനത്തെ ഒരു ഇത്രയും വ്യൂ ഉള്ള സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കണമെന്ന്. അങ്ങനെ ആഗ്രഹമുള്ള ആൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ നല്ലൊരു യൂണിറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് തരാൻ പറ്റും. നല്ല വ്യൂയോട് കൂടിയ ഒരു യൂണിറ്റിനെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ദിയാറിൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തി. ദിയാറിൻ്റെ ഓഫീസിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ പുതിയ ദിയാറിൻ്റെ ഡൗൺ ടൗൺ റെസിഡൻസിൻ്റെ മോക്കപ്പും കാര്യങ്ങളും കാണിച്ചു തരാം. വാ. നന്ദു, ഇതാണ് ദിയാറിൻ്റെ പുതിയ മോക്കപ്പ് വരുന്നത് ഡൗൺ ടൗൺ റെസിഡൻസിൻ്റെ. ജസ്റ്റ് നമുക്ക് നോക്കാം. അവിടെ നല്ല ക്രൗഡ് ഉണ്ട്. പുതിയത് ഇന്നലെ ലോഞ്ച് ചെയ്തുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ക്രൗഡിൻ്റെ ഉള്ളിലോട്ട് പോയി നമുക്ക് കാര്യങ്ങൾ കാണിക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് വെച്ചാൽ 110 ഫ്ലോറിലാണ് വരുന്നത്. 432 എക്സ്ക്ലൂസീവ് റെസിഡൻസി മാത്രം വരുന്നുണ്ട്. 13 പെൻറ്റ് ഹൗസ് വരുന്നുണ്ട്. 76 ഡുപ്ലക്സ് വരുന്നുണ്ട്. ഒരു റോയൽ പാലസും കൂടി വരുന്നുണ്ട്. ദിയാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, സെമി ഗവൺമെൻറ് ഡെവലപ്പറാണ്. അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും അവരുടെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ദുബായിൻ്റെ എല്ലാ മുക്കിലും മൂലകും അവർ ഡെവലപ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത്രയും വലിയ രീതിയിൽ വന്നേക്കുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഏകദേശം ഒരു 110 ഫ്ലോർ വരുന്ന ഒരു ഡൗൺ ടൗണിൽ പുതിയ ഫീച്ചറാണ് ഈ പറഞ്ഞ ഒരു സംഭവം വന്നേക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് ഇതിൻ്റെ അമ്യൂണിറ്റീസിൻ്റെ സ്ട്രക്ചറാണ് ഈ ഒരു സംഭവം കാണുന്നത്. നിങ്ങൾ ഈ കുറേ എന്താണെന്ന് പറയുക, ജിമ്മും കാര്യങ്ങളും കുറേ അമ്യൂണിറ്റീസും കുറേ അധികം സാധനങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു 3 ഫ്ലോറിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് 13 പെൻറ്റ് ഹൗസ് ഉണ്ട്. ഈ ഒരു വലിയ സ്ട്രക്ചർ ബുർജ് ഖലീഫ ബേൻ്റെ കൂടെ ഒരു 13 പെൻറ്റ് ഹൗസും കാര്യങ്ങളും കൂടെയാണ് ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു എന്താ പറയുക, നമ്മളെ ഈ ഒരു ഡൗൺ ടൗൺ ദുബായിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്രൊജക്റ്റാണ് ഈ പറഞ്ഞേക്കുന്ന ദിയാറിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് ഇതെന്താണ് മോക്കപ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്താണ് പ്രൊജക്റ്റ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലുവാണെങ്കിൽ പോലും
നമ്മൾ ഷിഹാബിക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദിയാറിൻ്റെ ഡൗൺ ടൗൺ റെസിഡൻസസ് 1.8 മില്യൺ 180,000 ഇനീഷ്യലി കൊടുക്കാനുണ്ട്. ഓരോ വർഷവും 1.8ൻ്റെ 10% ആയിട്ടുള്ള 180 കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ കിടക്കുന്ന മണൽ.